ഹായ് മക്കളെ, നമ്മൾ ഇന്നോട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ജയിലൊക്കെ ചോദിച്ചിട്ടുള്ള NCERT ബേസ്ഡ് ആയിട്ടുള്ള ഒരു 3 ചോദ്യം എന്ത് ചെയ്യാം നമുക്കൊന്ന് ചെയ്ത് നോക്കാം. 4ാമത്തെ ചോദ്യം ഞാൻ നിങ്ങൾക്ക് ഹോംവർക്ക് ആയിട്ട് തരും. അത് നിങ്ങൾ എന്ത് ചെയ്യുക, കമൻറ്റ് ബോക്സിൽ എന്ത് ചെയ്യുക, കമൻറ്റ് ചെയ്യുക കേട്ടോ. ഇമ്പോർട്ടൻ്റ് ആണ്. NCERTയിലൊക്കെ കറക്റ്റ് പറഞ്ഞ ടോപ്പിക് ബേസ്ഡ് ആയിട്ട് തന്നെ ജയിക്ക് ചോദിക്കുന്നുള്ളൂ. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ക്വസ്റ്റ്യൻസിലൂടെ ഡീറ്റെയിൽ ആയിട്ട് കടന്നു പോവുക കേട്ടോ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ വായിക്കാം. ക്വസ്റ്റ്യൻ വായിച്ചേ. വെൻ ഈക്വൽ വോളിയം ഓഫ് 1 molar HCl and 1 molar H2SO4 are separately neutralized by excess NaOH solution. അങ്ങനെയാണെങ്കിൽ എക്സ് ആൻഡ് വൈ കിലോ ജൂൾ ഓഫ് ഹീറ്റ് ഈസ് ലിബറേറ്റഡ് റെസ്പെക്റ്റീവ്ലി. അതായത് ഞാൻ 1 molar HCl എടുത്തു, അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള NaOH കൊടുത്തു. അപ്പോൾ 1 molar HCl നമുക്ക് എന്ത് പറയാം, അവിടെ ഒരു H+ ഉണ്ടെന്ന് പറയാം. അതേപോലെ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള NaOH എന്ന് പറയുമ്പോൾ അവിടെ ഒരു OH- ഉണ്ടെന്നും പറയാം. അപ്പോൾ എനിക്കൊരു H+ കിട്ടി, അതേപോലെ തന്നെ എനിക്ക് എന്തും കിട്ടി, ഒരു OH- കിട്ടും. എന്തും കിട്ടും, ഒരു OH- കിട്ടും. അതായത് 1 mol വാട്ടർ ഫോം ചെയ്തു. 1 mol വാട്ടർ ആണ് ഒന്നാമത്തെ കേസിൽ ഫോം ചെയ്തിട്ടുള്ളത്. രണ്ടാമത്തെ കേസിൽ ഞാൻ ആരെ എടുത്തത്, 1 molar H2SO4. 1 mol H2SO4ൽ 1 mol H+ അല്ല ഉള്ളത്, 2 mol H+ ഉണ്ട്. അപ്പോൾ അവിടെ 2 mol H+ എന്ന് നിങ്ങൾ എന്ത് ചെയ്യണം, എഴുതണം. കഴിഞ്ഞിട്ടില്ല. അപ്പം അവിടെ എത്ര NaOH ഉണ്ട്, 1 mol H2SO4 റിയാക്ട് ചെയ്യാൻ എത്ര NaOH വേണോ അത്രയും NaOH ഉണ്ട്. അപ്പം 2 H+ തരുന്ന H2SO4 റിയാക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ 2 OH- തരാൻ 2 NaOH വേണം. അപ്പോൾ 2 NaOHൽ 2 OH- ഉണ്ടാകും. അപ്പോൾ 2 H+ഉം 2 OH- കമ്പൈൻ ചെയ്താൽ 2 വാട്ടർ കിട്ടും. ഓക്കെ, ഇതിൻ്റെ എൻതാൽപ്പി ഓഫ് ന്യൂട്രലൈസേഷൻ നിങ്ങൾ കറക്റ്റ് പഠിച്ചിട്ടുണ്ടാകും. 1 mol വാട്ടർ ഫോം ചെയ്യുമ്പോൾ എത്ര എനർജി റിലീസ് ചെയ്യുക, -57.1 കിലോ ജൂൾ. അങ്ങനെയാണ് 2 mol ഉണ്ടതോ 2 × -57.1. അപ്പോൾ ഇത് X ആയിട്ടും ഇത് Y ആയിട്ടുമാണ് എടുക്കാൻ പറഞ്ഞത്. അപ്പോൾ Y/X ആണ് ചോദ്യം. അതായത് ഇതേ ബൈ ഇത് നിങ്ങൾ എന്ത് ചെയ്താൽ മതി, ഡിവൈഡ് ചെയ്താൽ മതി. അതായത് 2 × -57.1 ഡിവൈഡ് ബൈ -57.1 ചെയ്താൽ ഇത് രണ്ടും കട്ട് ചെയ്യും. അപ്പോൾ എന്ത് കിട്ടും, 2 ആയിരിക്കും ഇവിടെ എന്തായിട്ട് വരിക, ആൻസർ ആയിട്ട് വരിക. ഓക്കെ ആണല്ലോ. അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം. നല്ലൊരു ചോദ്യമാണ്, ഇമ്പോർട്ടൻറ്റ് ചോദ്യമാണ്. കറക്റ്റ് കൺസെപ്റ്റ് അറിയുന്നവർക്ക് ഈ ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റും. ക്വസ്റ്റ്യൻ ഞാൻ വായിച്ചു തരാം. If enthalpy of atomization of bromine liquid is x kilojoule per mole and bond enthalpy for Br2 is y kilojoule per mole. അങ്ങനെയാണ് ഈ റിലേഷൻ ബിറ്റ്വീൻ ദം, എക്സും വൈയും തമ്മിലുള്ള റിലേഷൻ എന്താണെന്ന് ചോദ്യം. എന്തൊക്കെ ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട് നോക്കിക്കേ. Br2 ലിക്വിഡിന്റെ എൻതാൽപ്പി ഓഫ് ആറ്റോമൈസേഷൻ. എന്താ എൻതാൽപ്പി ഓഫ് ആറ്റോമൈസേഷൻ എന്ന് വെച്ചാൽ ഒരു ലിക്വിഡ് എന്നല്ല, ഏതൊരു സബ്സ്റ്റൻസും അതിൻ്റെ കറസ്പോണ്ടിങ് ഗ്യാഷ്യസ് ആറ്റമായിട്ട് മാറാൻ എത്രമാത്രം എനർജി കൊടുക്കണോ അതാണ് എൻതാൽപ്പി ഓഫ് ആറ്റോമൈസേഷൻ. അപ്പോൾ Br2 എന്നുള്ള ലിക്വിഡ് അതിൻ്റെ ബോണ്ടൊക്കെ പൊട്ടി 2 ബ്രോമിൻ ഗ്യാഷ്യസ് ആറ്റമായിട്ട് മാറാനുള്ള എൻതാൽപ്പിയാണ് എൻതാൽപ്പി ഓഫ് ആറ്റോമൈസേഷൻ. അതേപോലെ അവർ Br2ൻ്റെ ബോണ്ട് എൻതാൽപ്പി വന്നിട്ടുണ്ട്. മക്കളെ, ബോണ്ട് എൻതാൽപ്പി നമ്മളിങ്ങനെ ഡിഫൈൻ ചെയ്യുന്നത് ഗ്യാഷ്യസ് സ്റ്റേറ്റിലുള്ള ഒരു സബ്സ്റ്റൻസിൻ്റെ ബോണ്ട് പൊട്ടിക്കാനുള്ള എൻതാൽപ്പിയാണ് ബോണ്ട് എൻതാൽപ്പി. അതായത് Br2 എന്നുള്ള ഗ്യാസ് അതിൻ്റെ ബോണ്ട് പൊട്ടിക്കാൻ വേണ്ട എൻതാൽപ്പിയാണ് എന്ത്, ബോണ്ട് എൻതാൽപ്പി. അപ്പോൾ Br2 എന്നുള്ള ഗ്യാസിൻ്റെ ബോണ്ട് പൊട്ടിയാൽ 2 ബ്രോമിൻ ഗ്യാഷ്യസ് ആറ്റം കിട്ടും. അപ്പോൾ ഇതാണ് ബോണ്ട് എൻതാൽപ്പി, ഇതാണ് എന്ത്, എൻതാൽപ്പി ഓഫ് ആറ്റോമൈസേഷൻ. അവിടെ ഇതിൻ്റെ ഇനീഷ്യൽ സ്റ്റേറ്റ് നോക്കിക്കേ, ഇതല്ലേ ഇതിൻ്റെ ഇനീഷ്യൽ സ്റ്റേറ്റ് നോക്കിക്കേ, ഇത് ഗ്യാസ് അല്ലേ. അപ്പോൾ എൻതാൽപ്പി ഓഫ് ആറ്റോമൈസേഷൻ ചോദിക്കുകയാണെങ്കിൽ നമ്മൾ HSൽ അപ്ലൈ ചെയ്യാം. കാരണം ഇനീഷ്യൽ സ്റ്റേറ്റും ഫൈനൽ സ്റ്റേറ്റും ഈ റിയാക്ഷൻ്റെ സെയിമാണ്. ഒന്ന് ഇങ്ങനെ പോയിട്ട് ഇതായിട്ട് മാറുന്നു, ഒന്ന് ഇവിടെ തുടങ്ങിയിട്ട് ഒറ്റ സ്റ്റെപ്പിലൂടെ ഇങ്ങനെ 2 ബ്രോമിൻ ഗ്യാഷ്യസ് ആറ്റം കിട്ടുന്നു. അപ്പോൾ എൻതാൽപ്പി ഓഫ് ആറ്റോമൈസേഷൻ ഈക്വൽ ടു എന്താ, ഇത് രണ്ടും കൂടി ആഡ് ചെയ്യണം. ആദ്യം Br2 ലിക്വിഡിനെ ഗ്യാസ് ആക്കി മാറ്റണം. ലിക്വിഡ് ഗ്യാസ് ആക്കി മാറ്റുന്ന പ്രോസസ് എന്താ വിളിക്കുക, വേപ്പറൈസേഷൻ. ആ സമയത്തിൽ എൻതാൽപ്പി എന്താ വിളിക്കുക, എൻതാൽപ്പി ഓഫ് വേപ്പറൈസേഷൻ. അപ്പോൾ എൻതാൽപ്പി ഓഫ് ആറ്റോമൈസേഷൻ ചോദിക്കുകയാണെങ്കിൽ ഈ എൻതാൽപ്പി ഓഫ് വേപ്പറൈസേഷനും ഈ ബോണ്ട് എൻതാൽപ്പിയും ആഡ് ചെയ്താലേ എൻതാൽപ്പി ഓഫ് ആറ്റോമൈസേഷൻ കിട്ടുള്ളൂ. അപ്പോൾ ആക്ച്വലി ആരാ കൂടുതൽ, എൻതാൽപ്പി ഓഫ് ആറ്റോമൈസേഷൻ കിട്ടണമെന്നുണ്ടെങ്കിൽ ബോണ്ട് എൻതാൽപ്പിയുടെ കൂടെ ഈ എൻതാൽപ്പി ഓഫ് വേപ്പറൈസേഷൻ ആഡ് ചെയ്യണം. അപ്പോൾ ബോണ്ട് എൻതാൽപ്പിയേക്കാളും കൂടുതലാണ് എൻതാൽപ്പി ഓഫ് ആറ്റോമൈസേഷൻ. എൻതാൽപ്പി ഓഫ് ആറ്റോമൈസേഷൻ നമ്മൾ എന്തായിട്ട് എടുക്കുന്നത്, എക്സ് ആയിട്ട് എടുക്കുന്നത്. അത് എക്സും ഇത് വൈയും. അപ്പോൾ 100% ഉറപ്പാണ് എക്സ് ഗ്രേറ്റർ ദാൻ വൈ ആയിരിക്കും. അതായത് ഏത് ഓപ്ഷൻ മാർക്ക് ചെയ്യാം, ഓപ്ഷൻ സി ആണ് എന്തായിട്ട് വരിക, ആൻസർ ആയിട്ട് വരിക. ഓക്കെ ആണല്ലോ. അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യനും കൂടി ചെയ്ത് നോക്കാം. ശ്രദ്ധിച്ചിരുന്നോളൂ. എൻ്റെ അടുത്തൊരു ഐഡിയൽ ഗ്യാസ് ഉണ്ട്. An ideal gas is allowed to expand 1 liter to 10 liter against a constant external pressure of 1 bar. The work done in kilojoule ആണ് ചോദ്യം. എളുപ്പല്ലേ?
എങ്ങനെ വർക്ക് ഡൺ കണ്ടുപിടിക്കുക? പി എക്സ്റ്റേണൽ നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്, എത്രയാണ്? 1 bar ആണ്. അതേപോലെ ഇനീഷ്യൽ വോളിയം ഫൈനൽ വോളിയം തന്നിട്ടുണ്ട്. അപ്പോൾ വർക്ക് ഡൺ ഇക്വേഷൻ എന്താ? വർക്ക് ഈസ് ഈക്വൽ ടു മൈനസ് പി എക്സ്റ്റേണൽ ഡെൽറ്റ വി ആണ്. കറക്റ്റ് ഡെഫിനിഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്, കറക്റ്റ് ഇവിടെ ആൻസർ കൊടുത്തിട്ടുണ്ട്. വർക്ക് ഈസ് ഈക്വൽ ടു മൈനസ് പി എക്സ്റ്റേണൽ ഡെൽറ്റ വി. പി എക്സ്റ്റേണൽ തന്നിട്ടുണ്ട് -1 ആണ്. ഡെൽറ്റ വി എന്താ? ഫൈനൽ മൈനസ് ഇനീഷ്യൽ. ഫൈനൽ വോളിയം 10 ആണ്, ഇനീഷ്യൽ വോളിയം 1 ആണ്. അപ്പോൾ 10 1 കുറച്ചാൽ 9 കിട്ടും. അപ്പോൾ -1 × 9 -9 ലിറ്റർ ബാർ കിട്ടും. ജൂളിലാണ് വേണ്ടത്. ലിറ്റർ ബാറിന് ജൂളിലോട്ട് മാറ്റാൻ ×100 ചെയ്യണം. അങ്ങനെ നമുക്ക് എന്തിൽ കിട്ടി? ജൂളിൽ കിട്ടി. ഇനി കിലോ ജൂളിലോട്ട് മാറ്റണമെന്നുണ്ടെങ്കിൽ /1000 ചെയ്യണം. അപ്പോൾ നമുക്ക് എന്ത് ആൻസർ കിട്ടും? -0.9 കിലോ ജൂൾ ആണ് ആൻസർ ആയിട്ട് വരിക. ഒരു ക്വസ്റ്റ്യൻ ഞാൻ നിങ്ങൾക്ക് ഹോംവർക്കായിട്ട് തരാം. ഈ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ എന്ത് ചെയ്യണം? ഹോംവർക്കായിട്ട് ചെയ്ത് നോക്കുക. എന്നിട്ട് കമൻറ്റ് ബോക്സിൽ എന്ത് ചെയ്യുക? അതിൻ്റെ ആൻസർ എന്ത് ചെയ്യുക? കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇതേപോലെ വേറൊരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത സെക്ഷനിൽ കാണാം. അതുവരെ ഓൾ ദി ബെസ്റ്റ്. നല്ലപോലെ പഠിക്കുക. ബൈ.